നമസ്കാരം, എൻ്റെ പേര് അജോ. ഞാൻ മൂവാറ്റുപുഴയിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അമ്മയാണ്. അപ്പോൾ ഉടമ്പടിയെപ്പറ്റി ചിന്തിക്കുമ്പോൾ എനിക്ക് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ദൈവത്തോട് കൂടുതൽ അടുക്കാൻ, ദൈവസ്നേഹം വർദ്ധിക്കാൻ, വിശ്വാസം വർദ്ധിപ്പിക്കാനുള്ള ഒരു ഉപാധിയാണ് ഉടമ്പടി. എങ്ങനെ ദൈവത്തെ സ്നേഹിക്കാം, എങ്ങനെ ദൈവത്തോട് കൂടുതൽ അടുക്കാം എന്നാണ് ഉടമ്പടിയിലൂടെ എനിക്ക് മനസ്സിലാക്കിയിട്ടുള്ളത്. 2023 ജൂൺ മാസമാണ് ഞാൻ എൻ്റെ അമ്മയുടെ ഒപ്പം ആദ്യമായിട്ട് കൃപാസനത്തിൽ വരുന്നത്. അന്ന് ഉടമ്പടിയെപ്പറ്റി എനിക്ക് കാര്യമായൊന്നും അറിയത്തില്ലായിരുന്നു. അമ്മയ്ക്ക് ഉടമ്പടി എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. ഞാൻ ചെറുപ്പം തൊട്ട് ശനിയാഴ്ചകളിലും ഞായറാഴ്ചകളിലൊക്കെ പള്ളിയിൽ പോകുന്ന വരുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുപോലെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ജീസസ് യൂത്തിലാണെങ്കിലും ഞാൻ എല്ലാ കാര്യങ്ങളിലും ആക്റ്റീവായി നിന്നിരുന്നതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നു. കാലക്രമേണ ഞാൻ ബിടെക്കാണ് പഠിച്ച് പൂർത്തിയാക്കിയത്. അപ്പോൾ ബിടെക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഞാൻ സിവിൽ സർവീസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തിരുവനന്തപുരത്ത് പോയി 2018 ജോയിൻ ചെയ്യുകയുണ്ടായി. അപ്പോൾ കാലക്രമേണ പല പരീക്ഷകൾ എഴുതിയൊന്നും സർക്കാർ ജോലികളൊന്നും കിട്ടാത്തൊരവസ്ഥ വന്നപ്പോൾ എനിക്ക് വിശ്വാസം കുറഞ്ഞു പോകുന്നതായിട്ട് അനുഭവപ്പെട്ടു. അങ്ങനെ ഞാൻ പല പ്രൈവറ്റ് ജോലികളും ചെയ്തു. ആ കൂടെ തന്നെ വേറെ പല പരീക്ഷകളും എഴുതി സമയം കളയുകയാണ് ചെയ്തിരുന്നത്. അപ്പോൾ 2023 അമ്മയുടെ കൂടെ ഇവിടെ കൃപാസനത്തിൽ ആദ്യം വന്ന് അമ്മ പ്രാർത്ഥിക്കുന്നതും ബൈബിൾ വായിക്കുന്നതൊക്കെ കണ്ടപ്പോൾ എൻ്റെ വിശ്വാസത്തിൻ്റെ ലെവൽ തീരെ കുറഞ്ഞു പോയതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഞാനൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി ധ്യാനം കൂടുകയും വിശ്വാസം കുറച്ചും കൂടെ വർദ്ധിക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് അമ്മയുടെ കൂടെ വന്ന് അമ്മയുടെ കൂടെ ഉടമ്പടിയുടെ കാര്യങ്ങളായ തിരുവചനം വായിക്കുന്നതും അതുപോലെ ദിവസേന ദിവ്യബലിയിൽ പങ്കെടുക്കുന്നതും ബാക്കി പാവങ്ങളെ സഹായിക്കുന്ന അങ്ങനെ ഓരോ കാര്യങ്ങളിൽ പത്രം കൊടുക്കുക, അങ്ങനെ ഓരോ കാര്യങ്ങളിൽ ഞാൻ ഏർപ്പെടാൻ തുടങ്ങി. അപ്പോൾ ഇതിൽ ഓരോന്നിലും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും എൻ്റെ വിശ്വാസം വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഞാൻ ചെറുപ്പം മുതൽ ഒരു കാര്യത്തിന് വേണ്ടി ദൈവത്തോട് നേരിട്ട് അങ്ങനെ പ്രാർത്ഥിക്കാറില്ല. ഞാനത് ആഗ്രഹിക്കുമ്പോൾ തന്നെ എനിക്കത് കിട്ടുന്ന ഒരു പതിവ് എനിക്ക് ഇതുവരെ അനുഭവപ്പെട്ടിട്ടുള്ളത്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവത്തോടുള്ള വിശ്വാസവും ദൈവത്തോടുള്ള ആത്മാർത്ഥതയും എന്നിൽ വർദ്ധിപ്പിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുകൂടാതെ ഞാൻ ഓരോ പാപങ്ങൾ ചെയ്ത് ഈശോ ഞാൻ മൂലം വേറെ വേദന അനുഭവിക്കാൻ ഇടയാക്കരുതേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അതുപോലെ അമ്മയുടെ പ്രത്യേക സംരക്ഷണം ഞാൻ എപ്പോഴും അമ്മയുടെ നീലക്കാപ്പുകൊണ്ട് എന്നെ പൊതിഞ്ഞു പിടിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പോൾ ഇതെല്ലാം ആയപ്പോൾ എൻ്റെ വിശ്വാസം അധികമായി വർദ്ധിക്കുന്നതായിട്ട് എനിക്ക് അനുഭവപ്പെട്ടു. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് എനിക്ക് ജോലി കിട്ടിയതിനെ പറ്റി സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 2018 തന്നെ ഞാൻ പല സർക്കാർ പരീക്ഷകളും എഴുതി തുടങ്ങിയ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ SSC ആവട്ടെ UPSC ആവട്ടെ പല പരീക്ഷകൾ എഴുതി പലതും പാസ്സായെങ്കിലും ജോലി എത്തിയിരുന്നില്ല. അപ്പോൾ ഞാൻ പല ഗവൺമെൻറ് ജോലി കിട്ടാത്തതുകൊണ്ട് പല പ്രൈവറ്റ് കമ്പനികളിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി PSC പരീക്ഷകൾ എഴുതും. അപ്പോൾ 2020 സമയത്ത് ഞാൻ കുറച്ച് കാലം ISROയിൽ ജോലി ചെയ്തിരുന്നു. അപ്പോൾ ആ സമയത്ത് PSCയിലോട്ട് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് തോന്നലുണ്ടായി. അപ്പോൾ അങ്ങനെ പല PSC പരീക്ഷകൾ അപേക്ഷിച്ച് എഴുതുന്നൊരു സ്ഥിതി ഉണ്ടായിരുന്നു. പക്ഷേ ഒരു പരീക്ഷ എഴുതി ജോലി കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഈ 2023 സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ ഞാൻ എഴുതി. അത് അത്യാവശ്യം അതെന്ന് പറഞ്ഞാൽ കേരളം മൊത്തത്തിലുള്ള ഒരു ലക്ഷങ്ങൾ എഴുതുന്ന പരീക്ഷയാണ്. പല ഘട്ടങ്ങളായിട്ടാണ് PSC പരീക്ഷകൾ ഇപ്പോൾ നടക്കുന്നത്. ആദ്യം ഒരു പ്രിലിമിനറി പരീക്ഷ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് ഒരു മെയിൻ പരീക്ഷ ഉണ്ടാവും, അത് കഴിഞ്ഞിട്ട് യൂണിഫോം ഇട്ടുള്ള ജോലികളാണെങ്കിൽ അതിന് കായികക്ഷമത പരീക്ഷ ഉണ്ടാവും, ചില ജോലികൾക്ക് മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ടാവും, അതിനുശേഷം ഇൻ്റർവ്യൂ ഉണ്ടാവും, അതിനുശേഷം റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കിയാണ് PSC ജോലിക്ക് ആളെ എടുക്കുന്നത്. ഇപ്പോൾ 2023 ഇങ്ങനെ 2019 ഞാൻ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്തത്. അപ്പോൾ ഈ പരീക്ഷ 2022 എഴുതി പ്രിലിമിനറി പരീക്ഷ പാസ്സായി. ഡിഗ്രി ലെവലുള്ള ജോലികൾ കിട്ടുന്നതിന് എല്ലാത്തിനും കോമൺ ആയിട്ട് ഒറ്റ പരീക്ഷയുള്ളത്. അപ്പോൾ ആ പരീക്ഷ പാസ്സായി കഴിഞ്ഞാൽ നമുക്ക് ഡിഗ്രി ലെവലായിട്ടുള്ള എല്ലാ ജോലികൾക്കും അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഞാൻ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസിന് അപ്ലൈ ചെയ്തിരുന്നു. അതുപോലെ എക്സൈസ് ഇൻസ്പെക്ടറിന് ജോലിക്ക് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂടെ തന്നെ ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ട് എന്നുള്ള സെയിം റാങ്ക് ഉണ്ട്. ഇതെല്ലാം സെയിം റാങ്കുള്ള ജോലികളാണ്. അപ്പോൾ അതിനും അപ്ലൈ ചെയ്തിരുന്നു. സബ് ഇൻസ്പെക്ടർ ജോലി ഇപ്പോൾ ഏതൊരാൾക്കും പോലീസിൽ സബ് ഇൻസ്പെക്ടർ എന്നുള്ള ജോലി താല്പര്യം ഉണ്ടാവും, ആഗ്രഹം ഉള്ളതായിരിക്കും. അപ്പോൾ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. ആ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ പരീക്ഷ എഴുതി. പരീക്ഷയാണെങ്കിൽ ഞാൻ വലിയ കാര്യമായിട്ട് പഠിക്കാതെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. പരീക്ഷയ്ക്ക് 2 ദിവസം മുന്നേ ജസ്റ്റ് എന്തെങ്കിലും നോക്കും. പരീക്ഷയ്ക്ക് അവിടെ ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവേ ശക്തി തരണമെന്ന് പ്രാർത്ഥിക്കും. ദൈവമേ എന്നെ പ്രതി നീ ലജ്ജിതനാവ് ഇടയാക്കരുത് എന്ന് പ്രാർത്ഥിക്കും. എൻ്റെ പരീക്ഷ എഴുതും. അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അങ്ങനെ സബ് ഇൻസ്പെക്ടറുടെ പരീക്ഷ എഴുതി അതിൻ്റെ ഫിസിക്കൽ പാസ്സായി. ജോലി കിട്ടുമെന്ന് എനിക്ക് ഏകദേശം ഉറപ്പായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ബാംഗ്ലൂർ അന്നേരം ഉണ്ടായിരുന്ന പ്രൈവറ്റ് ജോലി ഞാൻ രാജിവെച്ച് തിരിച്ചു വന്നു. പക്ഷേ അന്നേരം അതിൻ്റെ റിസൾട്ട് വന്നപ്പോൾ റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. PSCയുടെ ഓരോ ജോലിക്കും റാങ്ക് ലിസ്റ്റാണ് വരുന്നത്. അപ്പോൾ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ എനിക്ക് റാങ്ക് കുറച്ച് പുറകിലായിരുന്നു. സാധാരണയായി ജനറൽ കാറ്റഗറിയുള്ള ഒരാൾക്ക് PSCയിൽ ജോലി കിട്ടണമെങ്കിൽ PSC റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസിയുടെ പകുതിക്ക് അടുത്തെങ്കിലും റാങ്ക് വരണം. ഉദാഹരണത്തിന് ഇപ്പോൾ 100 വേക്കൻസിയുള്ള ജോലിയാണെങ്കിൽ ഒരു 50-60 റാങ്കുള്ള ആൾക്ക്
ജനറൽ കാറ്റഗറിയിൽ നിന്ന് ജോലി കിട്ടാൻ ഉള്ളൂ. അപ്പോൾ ആ ഒരു അവസ്ഥ നോക്കിയപ്പോൾ എനിക്ക് എസ് ഐയുടെ ജോലി കിട്ടത്തില്ല എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ പിന്നെ വിശ്വാസത്തിലൂടെ തിരിച്ചു വന്നത്, ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. പക്ഷേ എന്നിരുന്നാലും എനിക്ക് ജോലി വേണം, എനിക്കിത് തരണം, അങ്ങനെയൊന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കാറില്ലായിരുന്നു. ജസ്റ്റ് ദൈവത്തിലൂടെ കൂടുതൽ അടുക്കുക എന്നൊരു രീതി മാത്രമേ ഞാൻ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ വീണ്ടും പ്രാർത്ഥിച്ചു. ആ സമയത്ത് തന്നെയാണ് അടുത്ത് എക്സൈസ് ഇൻസ്പെക്ടറുടെയും ജയിൽ വകുപ്പിലോട്ടുള്ള അസിസ്റ്റൻറ്റ് സൂപ്രണ്ടിൻ്റെ പോസ്റ്റിലോട്ടുള്ളതും പരീക്ഷകൾ വന്നത്. ഈ പരീക്ഷകൾക്കും ഞാൻ നേരത്തെ പോലെ തന്നെ വലിയ കാര്യമായിട്ട് പഠിച്ചില്ല. അവിടെ ചെന്നു പരീക്ഷ എഴുതി തിരിച്ചു പോരുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അത് കഴിഞ്ഞു. അതിൻ്റെ എല്ലാം ഫിസിക്കൽ എന്ന് ഞാൻ പറഞ്ഞു ഫിസിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതുപോലെ തന്നെ കായികക്ഷമത നോക്കാൻ വേണ്ടിയുള്ള പല മത്സരങ്ങളുണ്ട്. അപ്പം ഇങ്ങനെ ഓരോ മത്സരത്തിന് പോയി കഴിയുമ്പോഴും നമ്മൾ അധികം പ്രിപ്പയർ ചെയ്യാതെയാണ് പോകുന്നത്, എല്ലാം ദൈവത്തിൽ ആശ്രയിച്ചാണ് പോകുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ ഓരോ പരീക്ഷയ്ക്കും പോകുമ്പോഴും രാവിലെ പ്രാർത്ഥിച്ച് തൈലം കൊണ്ട് നെറ്റിയൊരു കുരിശ് വെച്ചിട്ടാണ് പോകുന്നത്. അതുപോലെ തന്നെ കാശുരൂപം ധരിച്ചിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ ജയിൽ വകുപ്പിൻ്റെ ഈ കായികക്ഷമത പരീക്ഷയ്ക്ക് പോയപ്പോഴും കാശുരൂപം എല്ലാം ധരിച്ചിട്ട് തന്നെയാണ് പോയത്, പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് പോയത്. പക്ഷേ എനിക്കിത് തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചില്ല. എൻ്റെ കൂടെ ഉണ്ടാവണമേ, ഈശോയുടെ സാന്നിധ്യം എൻ്റെ കൂടെ ഉണ്ടാവണമേ, അമ്മയുടെ സംരക്ഷണം, നീലക്കാപ്പയുടെ സംരക്ഷണം എൻ്റെ കൂടെ ഉണ്ടാവണമേ, അങ്ങനെ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ കായികക്ഷമതയ്ക്ക് ഏറ്റവും അവസാനത്തെ ഐറ്റം എന്ന് പറഞ്ഞാൽ 1500 മീറ്റർ ഓട്ടമാണ്. അത് 5 മിനിറ്റ് 40 സെക്കൻഡിൽ ഓടി തീർക്കണം. അപ്പോൾ ഇത് അവസാനത്തെ ഈ ഐറ്റം പാസ്സായാൽ മാത്രമേ ജോലി കിട്ടുമെന്ന് ഉറപ്പുള്ളൂ. എന്ത് മാർക്കുള്ള ആണെങ്കിലും ഇങ്ങനെ ഈ കായികക്ഷമത പരീക്ഷ പാസ്സായി കഴിഞ്ഞാലേ ആൾക്ക് ജോലി കിട്ടാൻ അർഹതയുള്ളൂ. അപ്പോൾ അങ്ങനെ ഞാൻ ഈ 1500 മീറ്റർ ഓട്ടം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആദ്യത്തെ ഒരു റൗണ്ട് കുഴപ്പമില്ല, നമുക്ക് എല്ലാവർക്കും ഓടാൻ പറ്റും. വലിയൊരു ഗ്രൗണ്ടിൻ്റെ 3.5 റൗണ്ടാണ് ഓട്ടം. അപ്പോൾ ആദ്യത്തെ റൗണ്ട് വലിയ കുഴപ്പമില്ലാതെ ഓടാൻ പറ്റും. രണ്ടാമത്തെ റൗണ്ടായപ്പോൾ ക്ഷീണമാണ്. ആ സമയത്തൊന്നും എസ് ഐയുടെ റിസൾട്ട് വന്നിട്ടില്ല. അപ്പോൾ എസ് ഐ കിട്ടും, ഈ ഓട്ടം നിർത്തി സ്വസ്ഥമായിട്ടിരിക്കുക എന്നുള്ള രീതിയിൽ ചിന്തകൾ വരികയാണ്. അന്നേരമെല്ലാം ദൈവമേ എന്നെ പ്രതി അങ്ങ് ലജ്ജിക്കാൻ ഇടയാക്കരുതെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ച് ഉറക്കെ അലറിക്കൊണ്ടാണ് പിന്നെ ഓടുന്നത്. അപ്പം അങ്ങനെ ഞാൻ കുറച്ചുകൂടി സ്പീഡിൽ ഓടി അവസാനം ഞാൻ ഓടിയെത്തി. പക്ഷേ എന്നിരുന്നാലും 5 മിനിറ്റ് 40 സെക്കൻഡ് തീർക്കേണ്ടത് 2 സെക്കൻഡ് ലേറ്റായിട്ട് ചെന്ന്. പക്ഷേ എന്നിരുന്നാലും ഞാൻ മാത്രമേ ഫിനിഷ് ചെയ്തുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിൽ അവരെനിക്കത് ഇളച്ച് തന്നു. അപ്പോൾ എനിക്കത് പാസ്സാവാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂവിന് പോയപ്പോഴും ഇതുപോലെ കാശുരൂപം ധരിച്ചിട്ടാണ് പോയത്. ഇൻ്റർവ്യൂവിന് പോയപ്പോഴും PSCയുടെ ഇൻ്റർവ്യൂ ബുദ്ധിമുട്ടായിരുന്നെങ്കിലും അവസാനം അതിൻ്റെ മാർക്ക് വന്നപ്പോൾ കിട്ടാവുന്ന ഏറ്റവും കൂടുതൽ മാർക്ക് ഇൻ്റർവ്യൂവിന് കിട്ടിയിട്ടുണ്ട്. സബ് ഇൻസ്പെക്ടറിൻ്റെ പരീക്ഷ എനിക്ക് കിട്ടാതെ പോകാൻ കാരണം ഉണ്ടായിരുന്നത് എനിക്ക് മാർക്ക് കുറവായിരുന്നു എന്നുള്ളതാണ്. റാങ്ക് പുറകെ പോകാൻ കാരണം അതായിരുന്നു. അപ്പോൾ ഈ പരീക്ഷയ്ക്കും എനിക്ക് മാർക്ക് കുറച്ച് കുറവായിരുന്നു മെയിൻ എക്സാം എഴുതിയതിന്. പക്ഷേ എനിക്കൊരു സമയത്ത് ഒരു തോന്നൽ വരികയാണ്, ഈ ജയിൽ വകുപ്പിലുള്ള ജോലി എനിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. കാരണം ഇതാണെങ്കിൽ ജയിൽ പുള്ളികളുള്ള ആർക്കെങ്കിലും മാനസാന്തരപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അതിലോട്ട് അടുപ്പിക്കാനൊരു ഉത്തരവാദിത്തം എനിക്ക് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കൊരു തോന്നൽ വരികയാണ്. അപ്പോൾ അങ്ങനെ തോന്നൽ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഈ ജയിൽ വകുപ്പിലോട്ടുള്ള ജോലിയുടെ റാങ്ക് ലിസ്റ്റ് വരികയുണ്ടായി. അപ്പോൾ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ എനിക്ക് അതിനകത്ത് എത്രയോ ലക്ഷം പേര് എഴുതി, എത്രയോ ലക്ഷം പേര് പരീക്ഷ പാസ്സായി. അതിനുശേഷം ആയിരങ്ങൾ വീണ്ടും പല പരീക്ഷകൾ പല ഘട്ടങ്ങൾ കടന്നു വന്നതാണ്. അവസാനം റാങ്ക് ലിസ്റ്റ് 700-600 പേരുള്ള റാങ്ക് ലിസ്റ്റ് ഇട്ടപ്പോഴും എനിക്ക് 9ാം റാങ്ക് അതിനകത്തുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ 2023 ഇവിടെ വന്ന് എൻ്റെ അമ്മ ഉടമ്പടി എടുത്ത് പോയി കഴിഞ്ഞിട്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ ഞാൻ ഈ അമ്മയുടെ ചെയ്യുന്ന ഭക്തകൃത്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ 9ാം റാങ്ക് വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് തോന്നിയത് ശരിയാണ്. ഈ ജയിൽ പുള്ളികളിൽ ആർക്കെങ്കിലുമൊക്കെ മാനസാന്തരപ്പെടാൻ താല്പര്യമുണ്ടെങ്കിൽ അവരെ അതിനോട്ട് അടുപ്പിക്കണമെന്ന് ദൈവം എനിക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഒരു നിയോഗമാണെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ജോലി എടുത്തു. ഇപ്പോൾ ഞാൻ ജയിൽ വകുപ്പിൽ അസിസ്റ്റൻറ്റ് സൂപ്രണ്ടായിട്ട് ജോലി ചെയ്യുകയാണ്. ഇപ്പോൾ അതിൻ്റെ ട്രെയിനിങ്ങിലാണുള്ളത്. ഇതിൻ്റെ ട്രെയിനിങ്ങിന് കയറി കഴിഞ്ഞ് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ എൻ്റെ പഴയ ആഗ്രഹം പോലെ തന്നെ എനിക്ക് സബ് ഇൻസ്പെക്ടറിൻ്റെ ജോലിയും കിട്ടി. സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് കിട്ടിയെങ്കിലും ഞാനത് വേണ്ടാന്ന് വെച്ചു. കാരണം ഏതൊരു രീതിയിൽ ചിന്തിച്ചാലും വിശ്വാസവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശ്വാസത്തിൽ ജീവിക്കാൻ പറ്റിയ ഒരു ജീവിതം, ഇപ്പോൾ പള്ളിയിൽ പോകാനാണെങ്കിലും അതുപോലെ പ്രാർത്ഥനകൾക്കാണെങ്കിലും സമയം കിട്ടുന്നൊരു ജോലി ഇതാണെന്ന് എനിക്ക് മനസ്സിലായി. രണ്ടും സെയിം റാങ്കുള്ള ജോലി തന്നെയാണ്, സെയിം യൂണിഫോമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഒരു രീതിയിൽ ജോലി ദൈവം തിരഞ്ഞെടുത്ത് തന്നാന്ന് എനിക്ക് മനസ്സിലായി. അതുപോലെ പരിശുദ്ധ അമ്മയിലൂടെ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ വേണ്ടിയുള്ളൊരു ഉപാധിയാണ് ഉടമ്പടി എന്ന് മനസ്സിലായി. ഉടമ്പടിയിൽ എടുത്തില്ലെങ്കിലും ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും പാലിച്ച് ജീവിക്കുമ്പോൾ ദൈവത്തോട് കൂടുതൽ അടുക്കാൻ പറ്റുമെന്നുള്ള ഉറപ്പെനിക്കുണ്ടായി. അതുകൊണ്ട് എൻ്റെ ജീവിതം അവസാനം വരെ ഈ ഉടമ്പടി അനുഷ്ഠിതമായൊരു ജീവിതം തുടർന്നുകൊണ്ട് പോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ബാക്കി പറയാനുള്ള എൻ്റെ അമ്മ പറയും. എൻ്റെ പേര് ആൻസി, ഞാൻ ആനിക്കാട് നിന്നാണ് വരുന്നത്. 2023 ജൂൺ 13 ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത്. അത് ഉടമ്പടി എടുക്കാൻ വേണ്ടി വന്നൊന്നുമല്ല, കൃപാസനത്തിൽ പോകണുണ്ട്, എൻ്റെ കൂടെ വരാൻ പറഞ്ഞ് അങ്ങനെ അവളുടെ കൂടെ വരുന്നതാണ്. ആ രീതിയിലാണ് ഞാനിവിടെ ആദ്യമായിട്ട് വരുന്നത്.
വന്നു കഴിഞ്ഞ് അവൾ ഉടമ്പടി എടുത്തു കഴിഞ്ഞ് എന്നോട് ഉടമ്പടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാനും ഉടമ്പടി എടുത്തു. ഇപ്പോൾ ഉടമ്പടിയുടെ എങ്ങനെയാണ് എന്താണെന്നുള്ളതൊന്നും ചിന്തിക്കാതെയാണ് ഞാൻ വന്ന് ഉടമ്പടി എടുത്തത്. പക്ഷേ ഉടമ്പടിയുടെ എല്ലാ നിബന്ധനകളും അങ്ങനെ എടുത്തെങ്കിൽ പോലും ഞാൻ ചെയ്തുകൊണ്ടാണ് ഇരുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞ് ഞാൻ ചോദിക്കാതെ തന്നെ മാതാവ് എനിക്ക് തന്ന ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ഞാൻ 2006 ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത 2 വീലർ ഓടിക്കുമായിരുന്നു. 4 വീലർ ഓടിക്കാൻ എനിക്ക് പേടിയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അതിനെപ്പറ്റി ചിന്തിച്ചിട്ടുമില്ല, മാതാവിനോട് ചോദിച്ചുമില്ല. എങ്കിലും ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോഴേക്കും അത് ഓടിക്കാനുള്ള ഒരു കൃപ എനിക്ക് തന്നു. എനിക്ക് പേടിയൊക്കെ മാറി, അങ്ങനെ അത് ഓടിക്കാനായിട്ട് എനിക്ക് പറ്റി. അതുപോലെ കഴിഞ്ഞ വേനൽക്കാലത്ത് ഞങ്ങളുടെ കിണറ്റിൽ അങ്ങനെ വെള്ളം പറ്റുന്നതല്ല, ഞങ്ങളുടെ കിണറ്റിൽ മോട്ടർ അടിക്കാൻ പോലും വെള്ളം ഇല്ലാത്ത രീതിയിൽ വെള്ളം കിണറ്റിൽ വറ്റി. അപ്പോൾ അങ്ങനെ ആ സമയത്ത് ഞാൻ ഉടമ്പടി ഉപ്പിട്ട് പ്രാർത്ഥനയും ചൊല്ലി ഉടമ്പടി ഉപ്പ് ഇട്ട് കഴിഞ്ഞ് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് കിണറ്റിൽ ഒരേ അളവിൽ മഴക്കാലം വരെ മോട്ടർ അടിക്കാൻ പാകത്തിന് വെള്ളം ഞങ്ങൾക്ക് കിട്ടി. അങ്ങനെ മാതാവ് നമുക്ക് ഞാൻ ഉടമ്പടി വെച്ചില്ലെങ്കിൽ കൂടി ചോദിക്കുന്ന കാര്യങ്ങൾ തന്നുകൊണ്ടിരുന്നു. അതുപോലെ എൻ്റെ ചേച്ചിയുടെ മകൻ ബിടെക് കഴിഞ്ഞിട്ട് ഉപരിപഠനത്തിനായിട്ട് ഓസ്ട്രേലിയയിലേക്ക് പോയി. അവിടെ ചെന്ന് അവൻ പഠിത്തം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അവന് ജോലിയൊന്നും കിട്ടിയില്ല. അപ്പോൾ ഉടമ്പടിയിലെ ഒരു നിയോഗം ഞാൻ ചേച്ചിയുടെ മോൻ്റെ ജോലിയുടെ കാര്യമാണ് വെച്ചിരുന്നത്. അവനും ഓൺലൈനായിട്ട് ഉടമ്പടി എടുത്തൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടായിരുന്നത്. ഏതായാലും 2 വർഷമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും ഞാൻ ഉടമ്പടി 2 പുതുക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും അവൻ ആ പഠിച്ചതിൻ്റെ തന്നെ ഒരു ജോലി കിട്ടി. അതും അമ്മ വഴിയായിട്ട് ഈശോ ചെയ്ത് തന്നായിട്ടാണ് ഞാനൊക്കെ വിശ്വസിക്കുന്നത്. പിന്നെ ആങ്ങളയുടെ മകൻ, അവൻ കഴിഞ്ഞ വർഷം 10ലാണ് പഠിച്ചുകൊണ്ടിരുന്നത്. പഠനത്തിൽ പിന്നിലായിരുന്നു. മോഡൽ പരീക്ഷയ്ക്കൊക്കെ ഒരു 3-4 വിഷയത്തിനൊക്കെ അവൻ തോറ്റതാണ്. പരീക്ഷയ്ക്ക് മുമ്പ് ഞാൻ അവനെ ഇവിടെ കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുവന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് ഈ ഉടമ്പടി തൈലം പുരട്ടി വിശ്വാസപ്രമാണമൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ച് ഉടമ്പടി കാശുരൂപമൊക്കെ ഇട്ടാണ് ഞാൻ പരീക്ഷയ്ക്ക് വിട്ടുകൊണ്ടിരുന്നത്. അങ്ങനെ അവൻ പരീക്ഷ എഴുതി റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എല്ലാ വിഷയങ്ങൾക്കും A+ഓടുകൂടി അവന് പാസ്സാകാനായിട്ട് സാധിച്ചു. ഞാൻ ഉടമ്പടിയിലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അതുപോലെ ജീവകാരുണ്യ പ്രവൃത്തികൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം, അഗതി മന്ദിരങ്ങൾ, അതുപോലെ രോഗി സന്ദർശനം, പത്രം വിതരണം, ഇതുപോലെ എല്ലാ കാര്യങ്ങളും വേണ്ട രീതിയിൽ ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഈ എല്ലാ മക്കളും വിശ്വാസത്തിൽ ഉറച്ച് ആത്മീയമായിട്ടൊരു വളർച്ചയുണ്ടായി എല്ലാവരും നിത്യതയിലേക്ക് അല്ലെങ്കിൽ ദൈവത്തിലേക്ക് അടുത്ത് ജീവിക്കണം, എങ്ങനെയുള്ളൊരു ആഗ്രഹമാണ് എനിക്കുള്ളത്. അപ്പോൾ ഈ ജീവിതാവസാനം വരെ ഈ ഉടമ്പടിയിൽ തന്നെ പാലിച്ച് ജീവിക്കണം എന്നാണ് ഞാനിപ്പോഴും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അമ്മ മാതാവ് വഴി ഈശോ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഒരിക്കൽ കൂടി ഞാൻ നന്ദി പറയുന്നു.